പുതിയ വായ്പകൾ എടുക്കുന്നതിന് കിഫ്ബിക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതായി സൂചന. പദ്ധതികൾക്ക് മുൻഗണന നിശ്ചയിച്ച സാഹചര്യത്തിൽ അധിക ബാധ്യത ഇനി ഏറ്റെടുക്കേണ്ടതില്ല എന്നാണ് സംസ്ഥാന ധനവകുപ്പിന്റെ തീരുമാനം. വായ്പാ പരിധിയിൽ കേന്ദ്രം ഇളവ് നൽകാത്ത സാഹചര്യത്തിലാണ് ധനകാര്യ വകുപ്പിന്റെ പുതിയ നീക്കം. ഗിരീഷ് വിവരങ്ങളുമായി ചേരുന്നു. ഗിരീഷ്, ഗുഡ് മോർണിംഗ്. ഈ കിഫ്ബി പുതിയ ലോൺ എടുക്കേണ്ട എന്ന സാഹചര്യമാണോ ഇപ്പോൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്? ഗുഡ് മോർണിംഗ് SKN. സംസ്ഥാനത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടാണ് കിഫ്ബി രൂപീകരിച്ചത്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അടിസ്ഥാന സൗകര്യ വികസനമെല്ലാം നടന്നു വന്നത് കിഫ്ബി വഴിയായിരുന്നു. എന്നാൽ ഇപ്പോൾ കിഫ്ബിക്ക് വായ്പ എടുക്കുന്നതിന് സർക്കാർ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും വായ്പ സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയായി കണക്കാക്കുകയും സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുന്ന കേന്ദ്ര നിലപാട് തന്നെയാണ്. ഇത്തവണത്തെ ബജറ്റിൽ ഇതിനൊരു മാറ്റമുണ്ടാകും എന്നുള്ളതായിരുന്നു സംസ്ഥാനത്തെ ധനകാര്യ വകുപ്പ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ബജറ്റ് പ്രഖ്യാപനത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് കിഫ്ബി പുതിയ വായ്പകൾ എടുക്കുന്നതിന് ധനകാര്യ വകുപ്പ് തൽക്കാലം നിയന്ത്രണം ഏർപ്പെടുത്താൻ ഒരുങ്ങുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, കിഫ്ബി ഇനി പുതുതായിട്ട് വായ്പ എടുത്താൽ അത് സംസ്ഥാനത്തിന്റെ ബാധ്യതയായി മാറും. അത് സംസ്ഥാനത്തിന് താങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ് ധനകാര്യ വകുപ്പിന്റെ നിലപാട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന് തൊട്ടു പിന്നാലെ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകണം എന്ന CPIM നിർദ്ദേശിച്ചിരുന്നു. അതോടൊപ്പം ഇടതുമുന്നണിയും ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരുന്നു. ഈ സാഹചര്യത്തിൽ ക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് ഊന്നൽ നൽകേണ്ടത്. അതിനാൽ കിഫ്ബി എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിന്റെ ബാധ്യതയായി മാറിയാൽ ഇത് ക്ഷേമ പ്രവർത്തനങ്ങളെ ബാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ധനകാര്യ വകുപ്പ് നിലപാടെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കിഫ്ബിക്ക് ഇപ്പോൾ 6700 കോടി രൂപ കിഫ്ബിയുടെ കയ്യിലുണ്ട്. ഇതിനു പുറമെ സംസ്ഥാന സർക്കാർ കൂടി നൽകുന്ന ധനസഹായത്താൽ കിഫ്ബി പ്രവർത്തിച്ചാൽ മതി എന്നൊരു നിലപാടിലേക്ക് ധനകാര്യ വകുപ്പ് എത്തിയിരിക്കുന്നു. പിന്നാലെയാണ് കേന്ദ്രവുമായി സുപ്രീം കോടതിയിൽ കേസ് നടക്കുമ്പോഴും ഒരു അനുരഞ്ജനത്തിന് ഇപ്പോൾ ധനകാര്യ വകുപ്പ് ശ്രമിക്കുന്നത്. നേരത്തെയും ഇത്തരത്തിലുള്ള ഒരു നീക്കമുണ്ടായിരുന്നു. എന്നാൽ ധനകാര്യ വകുപ്പ് അറിയാതെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ കിഫ്ബി CEOയുമായ KM എബ്രഹാം സുപ്രീം കോടതിയെ സമീപിക്കുന്നതിനുള്ള തീരുമാനമെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ഇത് ധനകാര്യ വകുപ്പ് അറിയാതെയാണ്. കേന്ദ്രവുമായുള്ള ചർച്ചകൾ ഒരു നിർണായക ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ കിഫ്ബിയുടെ CEOയുടെ ഭാഗത്തു നിന്ന് ഒരു നീക്കമുണ്ടായത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു അനുരഞ്ജനത്തിന്റെ സാധ്യതകൾ തേടുകയാണ് ധനകാര്യ വകുപ്പ് ഇപ്പോൾ. SKN. ഓക്കെ, താങ്ക് യു ഗിരീഷ്.